സോ മൈ ഡിയർ എക്സാമിൻ്റെ ഫാമിലി, മക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ സാറിന് ചെറിയൊരു കാര്യം പറയാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം സാറിൻ്റെ അടുത്ത് കുറച്ച് മക്കൾ വന്നിട്ട് പറഞ്ഞു, സാർ നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ മാർക്കൊന്നും ആൻസർ ഷീറ്റിലേക്ക് വരുന്നില്ല. ഇപ്പം നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു പേപ്പറിൽ എനിക്ക് ആ മാർക്ക് അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് സാർ കാരണം? എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ? ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. എന്തെങ്കിലും സാറിന് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? പെട്ടെന്ന് സാറിന് ഓർമ്മ വന്ന് സാറിന് തന്നെ ഒരു പഴയ സാറ് പണ്ട് കുറച്ച് പഠിക്കാതെ ബേക്കോട്ട് ഒരു ബാക്ക് ബെഞ്ചറൊക്കെ ആയിരുന്നു സാറ്. പിന്നീട് സാറിന് മനസ്സിലായി പഠിക്കണം, കുറച്ചൊന്ന് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ തോന്നിയിട്ടുള്ള, സാറ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ ഒരു പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ, ഇത് കാണുന്ന കുറച്ച് പേർക്കൊക്കെ ഇതേ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പം നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കാണ് സാറിൻ്റെ പേഴ്സണലി എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ മക്കളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാംസ് എഴുതാൻ പോകുന്ന സമയത്ത് അല്ലേ, നിങ്ങൾ എക്സാം എഴുതി എൻ്റെ മാർക്ക് കുറവെന്നാണല്ലോ നിങ്ങൾ പറയുന്ന കാരണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് പ്രോപ്പറാണോ, നിങ്ങൾ പഠിക്കുന്ന ചുറ്റുപാട് പ്രോപ്പറാണോ എന്നറിയാം. സാറൊക്കെ പണ്ട് പഠിക്കുമ്പോൾ അപ്പുറത്തുനിന്നുണ്ടാവും സീരിയൽ കാണുന്ന അമ്മ, ഇപ്പുറത്തുണ്ടാവും ചിലപ്പോൾ അച്ഛൻ ടി വിയിൽ ന്യൂസ് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിലുണ്ടാവും പാട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ വരുന്നത്. അപ്പം അതൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ? ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂമിൽ കൃത്യമായിട്ട് ഞാനൊരു ഡോറൊക്കെ അടച്ച് സെറ്റാക്കി മാറ്റി, ജനലും കാര്യങ്ങളൊക്കെ അടച്ച് അത്യാവശ്യം വായു സഞ്ചാരം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാക്കി ആക്കിയിട്ട് മാറ്റിയിട്ട് കംപ്ലീറ്റ് സൈലൻസിലേക്ക് മാറി. എന്താണ് കംപ്ലീറ്റ് സൈലൻസിലേക്ക് മാറി? ഒരു എക്സാം സെന്ററിൽ നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ, പരീക്ഷ ഹാളിൽ കയറുമ്പോൾ എന്താണോ ഫീൽ ഉണ്ടാവുന്നത്, ആ ഒരു ഫീൽ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ മനസ്സിൽ, എൻ്റെ ബോഡിക്ക്, എൻ്റെ ചുറ്റുപാടിൽ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പം അവിടെ ഇരുന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതേ സാഹചര്യത്തിലാണ് എക്സാം സെന്ററിലും ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് ഓർത്തെടുക്കാനും റീകളക്ട് ചെയ്യാനൊക്കെ എളുപ്പമായി. സാർ എന്ത് ചെയ്തു, ഒരു സ്റ്റഡി ടേബിൾ എടുത്തു. സ്റ്റഡി ടേബിളിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ, നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചു, സ്റ്റൂളും കസേരയൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങി. പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് എക്സാം ഹാളിൽ വന്നപ്പോൾ ഓർമ്മ വരികയും ചെയ്തു. കാരണം എന്താ, ഇതേ സാഹചര്യമാണ് അവിടെ ഉള്ളത്, സൈലൻസ് ആണ്. സ്വാഭാവികമായിട്ടും എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ ഓർമ്മിച്ചെടുക്കാൻ പറ്റി അല്ലേ. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് കുറേ പേർക്കൊന്നും അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ഒരു സാഹചര്യം, ഒരു എക്സാം സെൻറ്റർ പോലെ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നൊന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷ ഹാളിൽ പോയി എഴുതി നോക്കുക. നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വിചാരിക്കുക, നന്നായിട്ട് ഒച്ചപ്പാടും ബഹളം ഉള്ള സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുക. നിങ്ങൾ നേരെ ചെന്നിരിക്കുന്ന എവിടെയാണ്, എക്സാം ഹാളിലാണ്. എക്സാം ഹാളിൽ എന്താണ്, കംപ്ലീറ്റ് സൈലൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് വേണ്ടി വരും, എന്നാലേ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് സാറ് പറയുന്നത്, നിങ്ങൾ കംപ്ലീറ്റ് സൈലൻസ് ഇരുന്ന് പഠിക്കുക. മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതാണല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ എക്സാം എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ആ എക്സാം പേപ്പറിൽ കാണാൻ പറ്റും. ഇത് സാറിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, സാറിന് കിട്ടിയിട്ടുള്ള റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് സാറ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാർ. ഇത് സാറ് പണ്ട് കേട്ടിട്ടുള്ള ഒരു ടേമാണ്. സാറ് പെട്ടെന്ന് വിചാരിച്ചു, എന്താണ് ഈ വാർ, യുദ്ധമാണോ? അല്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ WAR അഥവാ റൈറ്റ് ആൻസേഴ്സ് റെഗുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഴുതുന്ന എക്സാം ഉണ്ട് അല്ലേ, നമ്മൾ എഴുതുന്ന എക്സാമിൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിലൊരു എസ്സേ ഉണ്ടാകും, 1 വേർഡ് ഉണ്ടാകും, ചിലപ്പോൾ ഷോർട്ട് എസ്സേ ഉണ്ടാവും അല്ലേ, 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഷോർട്ട് എസ്സേ ഉണ്ടാവും. അപ്പം ഇതുമായിട്ടൊന്ന് മനപ്പൊരുത്തുണ്ടാക്കുക. ഓക്കെ, എല്ലാം നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു കളിയാണ്. അപ്പം നമ്മൾ എന്താക്കുക, ഇത് ആദ്യമേ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ മുൻകാലം നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുക, വർക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കാണുന്നത് ചിലപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പോൾ 7ാം ക്ലാസ്സിലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, സാർ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ. മക്കളെ അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ സാർ ആദ്യം പറഞ്ഞ പോയിന്റിൽ നന്നായിട്ട് പഠിക്കുക. അപ്പം അവിടെയാണ് നമ്മുടെ ആൽഫ ബാച്ചിൻ്റെയും ലക്ഷ്യ ബാച്ചിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വർക്ക്ഷീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. സാറ് പറഞ്ഞു വന്നത്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ, നിങ്ങൾ ആൻസർ റൈറ്റിംഗ്, നിങ്ങൾക്കൊരു എക്സ്പെർട്ട്, നിങ്ങൾ അതുമായിട്ടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു പോയിന്റ് കിട്ടിയല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക, പ്രീവിയസ് ഇയർ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പ്രീവിയസ് ഇയർ ഇല്ലാത്തവരെ ചെയ്ത വർക്കുകൾ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എഴുതി ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ,
അതൊന്നാമത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനമാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഞാൻ എവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ്. നിങ്ങൾ ഈ പഠിച്ചു, നന്നായിട്ട് ഈ സൈലൻസിൽ ഇരുന്ന് പഠിച്ചു, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്തു, പ്രീവിയസ് ഇയർ ഒക്കെ നോക്കി, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു, സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ എഴുതിയതും ടെക്സ്റ്റ് ബുക്കിലുള്ള ആ സാധനം മാച്ച് ആവുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്കിത് എന്നെ കൊണ്ട് ആവുന്നുണ്ടോ, എന്നെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടോ, സ്വന്തമായിട്ട് ഇത് എന്നെ കൊണ്ട് ആവുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ഏകദേശം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ടെക്സ്റ്റ് ബുക്കിൽ അതേ സാധനം എഴുതി വെക്കണം എന്നല്ല സാറ് പറയുന്നത്. ഏകദേശം നിങ്ങളൊരു 70% അല്ലെങ്കിൽ 75% നിങ്ങൾ അതുമായിട്ട് നിങ്ങൾക്കൊരു മാച്ച് ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിലെ ആൻസറും നിങ്ങൾ എഴുതിയ ആൻസറും തമ്മിൽ മാച്ച് ഉണ്ടാവണം. അങ്ങനെ ഇല്ലാച്ച പേടിക്കണ്ട, നിങ്ങൾ വീണ്ടും ശ്രമിക്കുക, വീണ്ടും ഇരിക്കുക, പഠിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഞാൻ ഇവിടം വരെ പഠിച്ചുള്ളൂ. സെൽഫ് അവെയർനെസ് ആണ് ഏറ്റവും വലുത്. അവനവനെ തന്നെ അവനവൻ മനസ്സിലാക്കുക, എത്രത്തോളം ഉണ്ട് എൻ്റെ കഴിവ്, ഞാൻ ഇത്രത്തോളം എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 50% മാത്രമേ പറ്റിയുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഞാൻ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഞാൻ എന്താക്കും, അത് ഒരു 75-80% ഒരേപോലെ ആക്കും ആൻസർ. ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം ഞാൻ എഴുതിയതും ഒരേപോലെ ആക്കും എന്നുള്ള രീതിയിലാക്കി വെക്കുക. അപ്പൊ സെൽഫ് അവെയർനെസ് കൊണ്ടുവരിക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതിയ ആൻസേഴ്സിന് എത്രത്തോളം ഉണ്ട്, അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം എത്രയുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക, ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, അത് കിട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സാധനമാണ് മക്കളെ ബി എ ടീച്ചർ. പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള സാധനം. സാറിന്റെ ഫ്രണ്ടിനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. അതായത് ആൾക്കൊന്നും അറിയില്ല. സ്വാഭാവികമായിട്ട് സാറ് വിചാരിക്കും, ഓക്കെ പാവാണല്ലോ, പറഞ്ഞു കൊടുക്കണം എക്സാമിന്, എന്നെ പോലെ തന്നെ അവനും ജയിച്ച് വരണം എന്നുള്ള, അല്ലെങ്കിൽ അവളും ജയിച്ച് വരണം എന്നുള്ള സാറ് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. അപ്പൊ സാർ ആരെ സത്യത്തിൽ ഇപ്പൊ എന്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു ടീച്ചറായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സാർ ഇതൊക്കെ. ഇതേപോലെ അന്ന് അവൻ എന്റെ ഫ്രണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അവന് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്നൊരു ടോപ്പിക് എടുത്തിട്ട് ഇന്ന കാര്യമാണ്, ഇപ്പൊ CBSE കേസൊക്കെ വരികയാണെങ്കിൽ നാഷണലിസം എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കൃത്യമായിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് ടോപ്പിക്ക്, അത് കൃത്യമായിട്ട് അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, വലിയ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രസംഗിക അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് എന്താണോ സാറിന് അറിയാവുന്ന പഠിച്ച കാര്യങ്ങൾ അത് അവന് പഠിച്ചു കൊടുത്തപ്പോൾ സാധാരണയായിട്ട് എന്താ സംഭവിച്ചത്, ഞാനത് നന്നായിട്ട് പഠിച്ചു. എനിക്കൊരു സാധനം കാണാണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് അർത്ഥം, ഞാൻ നന്നായിട്ട് പഠിച്ചു എന്നല്ലേ. അപ്പൊ അതൊരു മെയിൻ റീസൺ ആണ്. അപ്പൊ ബി എ ടീച്ചർ, നല്ലൊരു ടീച്ചറായിട്ട് മാറുക, പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ഓർഡിനറി ആയിട്ട് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും നിങ്ങളെ ചിലപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ എക്സാംസിന് എഴുതുമ്പോൾ നിങ്ങൾ അതേപോലെ എഴുതി കഴിഞ്ഞാൽ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് വരികൾക്കിടയിലൂടെ വായിക്കുക. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് കൊടുത്തു നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്, ഇപ്പം പറയുകയാണ് നിങ്ങൾ രണ്ട് ബോയ്സിൽ നടന്നു പോകുന്നുണ്ട്. ആ രണ്ട് ബോയ്സ് നടന്നു പോകുമ്പോൾ ഒരാളുടെ എക്സ്പ്രഷൻ വേറെയാണ്, ഒരാളുടെ എക്സ്പ്രഷൻ വേറെയാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ രണ്ടുപേരും എന്നുള്ളൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ നടന്നു പോകുന്നുണ്ട്, അപ്പോൾ വേറൊരാളെ നോക്കുന്നുണ്ട്, അപ്പോൾ മറ്റേ കുട്ടി വേറൊരാളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങൾ തന്നെ കൊണ്ടുവരിക. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. തന്നിരിക്കുന്ന സാധനം അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാതിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്നെ കൊണ്ട് ഇതാവുന്നുണ്ട്, നിങ്ങളേതായിട്ടുള്ള ഒരു ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. സാറ് മെയിൻറ്റെയിൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു 1, 2, 3, 4, 5 പോയിന്റാണ് സാർ ഇപ്പം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് സാറിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബി എ ടീച്ചർ ആവുക എന്നുള്ള എന്താണ്, നന്നായിട്ട് വേറൊരാൾക്ക് സാറ് നന്നായിട്ട് പഠിച്ചു എന്നൊന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വേറൊരാൾക്ക് ആ കാര്യം അറിയാൻ താല്പര്യമുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ വന്നിരിക്കുക, നമുക്ക് ഒന്നിച്ച് പഠിക്കാം എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് കാര്യങ്ങൾ. അപ്പൊ ടീച്ചർ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ വേറൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു 50% നിങ്ങൾ ഓക്കെയാണ്. അതിനുശേഷം നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ, ഞാൻ ചെയ്തത് ശരിയാണോ, ഓക്കെ ഞാനിത് എത്രത്തോളം ഇതിന്റെ ഒരു ഔട്ട്കം എത്ര വന്നിട്ടുണ്ട്, എന്നെ തന്നെ ഞാൻ എന്തൊക്കെയാ മനസ്സിലാക്കുക. അതിനുശേഷം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഓക്കെ അടിപൊളിയാണ്. അപ്പൊ എന്താക്കി, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സാധനം പഠിച്ചു, ആ ടോപ്പിക് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഔട്ട് ഓഫ് ദ ബോക്സ്. എന്താണ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക, ഇങ്ങനെയൊക്കെയാണോ അല്ലെ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളൊരു വാർത്ത കണ്ടു, ഈ വാർത്ത ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അതിന് വേറൊരു വശം ഉണ്ടായിരിക്കാം എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കുക. ഒരേപോലെ ചിന്തിക്കാതെ, ടീച്ചർമാർ ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ ടീച്ചർമാർ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത് അതേപോലെ ചിന്തിക്കാതെ നിങ്ങളൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചോ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ.
അതെന്താന്ന് പറയുന്നത്, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തന്നെ എൻഹാൻസ് ചെയ്യിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റാണ് സാറിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയത്. എൻ്റെ മക്കൾക്ക് കുറച്ച് പേര് ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. കാരണം അവർ ഇതേപോലെ കടന്നു പോകുന്ന കുറച്ച് പേരുണ്ടാവും അല്ലേ. സാറിന് അറിയാം, നന്നായിട്ട് അറിയാം എൻ്റെ മക്കളെ. കൃത്യമായിട്ട് നിങ്ങളും ഇതേപോലൊരു ഫേസിലൂടെ, ഇതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഓക്കെ, ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ, ചെറിയ ചെറിയ നമ്മളെ കൊണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അടിപൊളിയായിരിക്കും, നിങ്ങളുടെ ലൈഫ് കിടിലുമായിരിക്കും, നന്നായിട്ട് പഠിക്കാൻ പറ്റും, നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് മാർക്ക് കിട്ടുന്നവരെ നല്ല മാർക്ക് മേടിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. അടിപൊളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സെറ്റായിട്ട് പഠിക്കാം. ഹാപ്പി ലേണിംഗ്.